ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ കടപുഴക്കി എറിയാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ ചെളിവാരി എറിയാനും അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പുതിയ നാടകങ്ങളാണ് രാജ്യം കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ഡൽഹി മദ്യനയ കേസിൽ അന്വേഷണം മുറുകുകയും അഴിമതിയുടെ വേരുകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ ജുഡീഷ്യറിയെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് കെജ്രിവാളിന്റെ നീക്കം. നിഷ്പക്ഷതയുടെയും സത്യസന്ധതയുടെയും ഉദാത്ത മാതൃകയായ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയെ കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ കെജ്രിവാൾ ലക്ഷ്യമിടുന്നത് വിചാരണയെ അട്ടിമറിക്കാനാണ്. തനിക്കെതിരെ വിധി വരാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ ജഡ്ജിക്ക് RSS ബന്ധം ചാർത്തി നൽകുന്ന ഈ തരം താണ തന്ത്രം ഇന്ത്യൻ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപഹാസ്യതയാണ്. RSSുമായി ബന്ധപ്പെട്ട സംഘടനയുടെ സമ്മേളനത്തിൽ ജഡ്ജി പങ്കെടുത്തു എന്നതാണ് ഈ ആരോപണത്തിന്റെ ആധാരം. എന്നാൽ സാംസ്കാരിക സംഘടനകളുടെ പരിപാടിയിൽ ജഡ്ജിമാർ പങ്കെടുക്കുന്നത് സ്വാഭാവികമായ കാര്യമായിരിക്കെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അഴിമതി കേസിൽ കുടുങ്ങിയ ഒരു ക്രിമിനലിന്റെ വെപ്രാളം മാത്രമാണ്. ഡൽഹി മദ്യനയ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്നും ജഡ്ജി സ്വർണകാന്ത ശർമ്മയെ ഒഴിവാക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ജഡ്ജി RSSുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ 4 തവണ പങ്കെടുത്തു എന്നതാണ്. തങ്ങൾക്കെതിരെ വിധി പ്രതികൂലമാവുമെങ്കിൽ ആ ജഡ്ജിയെ RSSുമായോ BJPയുമായോ ബന്ധപ്പെടുത്തുക. അനുകൂല വിധിയാണെങ്കിൽ ആ ജഡ്ജിക്ക് അഭിനന്ദനങ്ങളും നൽകും. വാസ്തവത്തിൽ വിധിന്യായത്തിൽ മികച്ച റെക്കോർഡുള്ള ജഡ്ജിയാണ് സ്വർണകാന്ത ശർമ്മ. എന്തായാലും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു എന്നത് ആശങ്കാജനകമായ കാര്യമാണ്. ഒരു കലാപത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ നടത്തുന്ന ശ്രമം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളുമായി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ നീക്കം കൂട്ടിവായിക്കുമ്പോൾ ഇന്ത്യയിൽ വൈകാതെ ഒരു വലിയ സാമൂഹിക കലാപം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. EDക്ക് മുന്നിലും CBIക്ക് മുന്നിലും താൻ ചെയ്ത അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി നിരത്തുമ്പോൾ കോടതിക്ക് മുന്നിൽ നിസ്സഹായനാകുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ അവസാനത്തെ കച്ചിത്തുറുമ്പാണ് ഈ ജഡ്ജി വിരുദ്ധ പരാമർശം. ജസ്റ്റിസ് ശർമ്മയുടെ ബെഞ്ചിൽ നിന്ന് നിഷ്പക്ഷമായി വിചാരണ ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് നേരിട്ട് ഹാജരായി പറയാനുള്ള ധിക്കാരം കെജ്രിവാൾ കാട്ടുന്നത് നീതിന്യായ വ്യവസ്ഥയെ തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് കേവലം ഒരു കോടതി മുറിയിലെ തർക്കമായി കാണാൻ പറ്റില്ല. ഭാരതത്തിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ കെജ്രിവാളിന്റെ ഈ നീക്കം ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർത്ത് ഒരു വലിയ സാമൂഹിക കലാപത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ കെജ്രിവാളിനെ പോലെയുള്ളവർ ചരട് വലിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ കാവലാളായ ജുഡീഷ്യറിയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് വഴി ഭാരതത്തിന്റെ സുസ്ഥിരത തകർക്കാനാണ് ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാവും ശ്രമിക്കുന്നത്. മദ്യമാഫിയയിൽ നിന്നും കോടികൾ കൈപ്പറ്റിയ കേസിൽ നിന്ന് നിയമപരമായി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ ജഡ്ജിമാരെ വ്യക്തിഹത്യ ചെയ്ത് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഈ തന്ത്രം രാജ്യസ്നേഹികൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അധികാരത്തിന് വേണ്ടി എന്ത് വർഗീയതയും ആരോപിക്കാനും ആരെയും അപകീർത്തിപ്പെടുത്താനും മടിക്കാത്ത കെജ്രിവാളിന്റെ ഈ അധമ രാഷ്ട്രീയം ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ഒരു കാലത്തും തോൽപ്പിക്കില്ല എന്നത് ഉറപ്പാണ്.